എങ്ങനെയാണ് വർക്കൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. തട്ടിമുട്ട പോകും. വണ്ടി വരുമ്പോൾ വൈകുന്നേരം എവിടെ പരിസ്ഥിതിയില്ല. ആ ഉണ്ട് ഉണ്ട്. ഹലോ പുറത്ത് കാണാറില്ലല്ലോ. ഞാൻ വർക്കിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എറണാകുളത്ത് മാത്രമാണ്. എറണാകുളത്ത് ദൂരയിലൊന്നും പോകാനൊന്നും പറ്റണമെന്നില്ല. ശ്രമിക്കണം. തീർച്ചയായിട്ടും വരാം. ശ്രമിക്കാം. ഞാൻ വീട്ടിലൊന്ന് പറഞ്ഞു നോക്കട്ടെ. വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഫോട്ടോ തന്നെ സെലക്ഷൻ ഉണ്ട്. ഒക്കെ ഇട്ട് തരാം. നാളായി ഒരു ലോങ് വർക്കിന് പോയിട്ട്. എന്തിനാ ലോങ് വർക്കിന് പോയിട്ട്? ഇപ്പൊ നമ്മുടെ കൊച്ചി തന്നെ ഉണ്ടല്ലോ. അല്ലടാ അതിനകത്ത് നിർത്താം. നമ്മുടെ വെള്ളമുണ്ട്. ചേച്ചി ഇനി രണ്ടുപേരുണ്ടല്ലോ, ബാക്കി എല്ലാവരും വന്നു. അവനെ പഠിക്കാനും പോകില്ല, ഒന്നും പോകില്ല. അവന് സിനിമ 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 ഷൂട്ടിങ്ങിന് പോണം. സിനിമ ഇതാണ് അവന് തൊഴില്. പറഞ്ഞു മടുത്തു എനിക്ക്. ചേച്ചി ഞാൻ പഠിക്കാനുള്ള പഠിക്കും, സിനിമയിലെ അവസരം നോക്കണമെങ്കിൽ അവസരം നോക്കും. പക്ഷെ സിനിമയിൽ അതെനിക്ക് ജീവിക്കാൻ പറ്റൂല. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ സിനിമയിലെ സിനിമ എന്റെ ജീവനാണ്, ജീവൻ.
കട്ടപ്പനെത്തിയ മക്കളെ നീ ഈ ഓറഞ്ച് നിന്നുകൊണ്ട് കല്ലിന്റെ മോളിൽ കയറി കുത്തിയിരുന്നോ? ഷൂട്ടിങ്ങാരൊന്നും വന്നിട്ടില്ല. വീട്ടിൽ ചോറും കറിയൊന്നും ഉണ്ടാക്കാണ്ടല്ലേ ഇങ്ങോട്ട് ഉണ്ട്. ചേച്ചി പിന്നെ എന്തിനാ വന്നിരിക്കണത്? ചേച്ചി അതിനല്ലേ വന്നത്? ഷൂട്ടിംഗ് കൊണ്ട് വരണുണ്ടേ. അച്ഛാ, ഞാൻ ഷൂട്ടിന് പോയിട്ട് വരാം കേട്ടോ. ശരി മോളെ, മോള് പോയിട്ട് വാ. അച്ഛൻ കിടന്നോളൂ അവിടെ തന്നെ. ഓ പിന്നെന്താ, ഓൾ സക്സസ്. ഓക്കെ അച്ഛാ. നിങ്ങളിവിടെ കരിമ്പൊക്കെ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ നാട്ടിലുണ്ടാവില്ല, എറണാകുളത്തൊന്നും ഉണ്ടാവില്ല. ഇത് കട്ടപ്പനയിൽ നന്നായി കഴിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പ്. ആ നിങ്ങളുടെ പൊണ്ടാട്ടി വരുന്നുണ്ടല്ലോ, നിങ്ങളെ ഷൂട്ടിങ്ങിൽ വന്നില്ലേ? നമുക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ബാന്നെ പിന്നെ പോരാന്നേ. ബാ നമുക്ക് പോയി സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കണ്ടിട്ട് വരാം. നടന്മാരൊക്കെ നടിമാരും പോകുമ്പോ വന്നേ കരിമ്പ് തട്ടോട്ട് മാറി ഇരിക്കുക. ബാ പോകാം. ബാ നമുക്ക് നീ ചെന്ന് അന്വേഷിക്കാം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കില്ലേ? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട് എന്റെ പൊന്നു മോളെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിങ്ങളുടെ വാടി നമുക്ക് രണ്ടുപേർക്കും പോയി കണ്ടിട്ട് വരാം. മഞ്ജു, ഞാൻ പറഞ്ഞു എനിക്ക് 100 കൂട്ടം പണിയുണ്ടെന്ന്. നിനക്ക് വേറെ ഒരു പണിയില്ലേ? നിനക്ക് പോണെങ്കിൽ നീ പോകും. നീ ആ ചേച്ചിനെയൊക്കെ വിളിച്ചോണ്ട് പോകാൻ ഞാൻ പറഞ്ഞു. മനുഷ്യന് മെനക്കെടുത്താനായിട്ട് വേറെ ഒരു പണിയില്ല. My takes you higher. Learn your fake post, how you're crying. Feel the wisdom floating over your hands in the floor, right? When I see you and I coming together to another dimension, we can improve our lives. വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അയൽവക്കക്കാര് വളരെ മോശമായിട്ടാ സിനിമയെ കുറിച്ച് പറയുന്നത്. എടി പെണ്ണെ, ഈ മൊബൈലിൽ കൂടെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതും കാര്യങ്ങൾ കേട്ടിട്ടല്ലേ നീ വരുന്നില്ല എന്ന് പറയുന്നത്. ഇത് സിനിമയുടെ ഇടയിൽ മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ നോക്കുമ്പോൾ ഈ സിനിമേനെ ഇങ്ങനെ മുഴപ്പിച്ച് കാണിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് പണ്ട് മുതലേ സിനിമ ഇഷ്ടമല്ല, സിനിമാക്കാരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യും, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനും അത് കാണാനും പോകും. ഈ സിനിമ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴല്ലോ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണും ഈ സിനിമ. അതെ അതെ, മലയാള സിനിമയ്ക്ക് ഞങ്ങൾ കട്ടപ്പനക്കാരുടെ കട്ട സപ്പോർട്ട്.